ആ അതൊക്കെ പോയാട്ടാ എന്തെന്നത് വെറുതെ മേത്തോട്ടുകൊണ്ട് തന്നെയാണ്. അതേ പരീക്കാനെ കൂടി വിളിക്കാറുണ്ട് നമുക്ക്. ഓ അതിലൊന്നും ആവശ്യമില്ലാന്ന്. ഏതായാലും ഇപ്പൊ ഇത് പോയിട്ട് സെറ്റപ്പ് ആക്കുക. അല്ല കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണതേ. ആ കിട്ടിയ നല്ല തന്നെയാണ്. ഇത് ഇറക്കൊന്നുമില്ല. ആരാത്? നീ എന്തുകൊണ്ട് ആദ്യം എന്നോട് പറഞ്ഞില്ല? ഞാൻ നോക്കിയാ പറഞ്ഞതല്ലേ. വീട് മാറ്റി എന്നോട് പറമ്പി പരിപാടി ഞാൻ പറഞ്ഞു എന്നോട് ദേഹത്ത് തൊടലെന്ന്. എനിക്ക് പറ്റത്തില്ല. അതെന്താ ഇപ്പൊ വീട് മാറ്റി. ആ പെണ്ണേതാ മനസ്സിലായോ? അത് നമ്മുടെ ഭാസ്കര മാഷിന്റെ മോളല്ലേ അത്? സമ്മതിക്കത്തില്ല. എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. ജീവിച്ചോ. എന്താണ് ഇവൻ ചെയ്യണത്? അവനതിനെ ഉപദ്രവിക്കണെന്ന് പറ്റില്ല. പറ്റില്ല. ഇല്ല ശരിയാവില്ല. വേണ്ടത് പോവാ. വെറുതെ അങ്ങനെ വിട്ടാ പറ്റില്ല. നീ ഓക്കെ പറഞ്ഞതല്ലേ. എന്താണ് ഇവിടെ പരിപാടി? താനാരതൊക്കെ അന്വേഷിക്കാൻ? എന്ത് നിങ്ങളാരാ? നീയേ ആ ഭാസ്കരൻ സാറിന്റെ മോളല്ലേ? ഞങ്ങൾ തമ്മിൽ പല വിഷയമുണ്ട്. ഹെൽമെറ്റ് തന്നെ. എന്റെ ഹെൽമെറ്റ് തന്നെ. വണ്ടി എടുത്തോണ്ട് പോടാ. എന്റെ ഹെൽമെറ്റ് ഇല്ലാണ്ട് വണ്ടി എടുക്കില്ല. ഹെൽമെറ്റ് വേണം. വണ്ടി എടുത്തു. ഹെൽമെറ്റ് വേണം. വണ്ടി നിങ്ങൾ എടുത്തോളാ. ആണാ പെണ്ണാ നീ പ്രാന്തനൊക്കെ പരിപാടികൾ വഴക്കൂടല് ഇവിടെ ആരുമില്ലേ? എന്താ സാറേ? ഇത് വാസുട്ടിയുടെ വീടല്ലേ? അല്ല, ഇത് എൻ്റെ ഒരു പരികുട്ടി എന്നാണ്. എൻ്റെ വീടാണിത്. എന്താ ഞാനിവിടെ തിരക്കിയപ്പോ ഇത് വാസുട്ടിയുടെ വീടാണെന്നല്ല പറഞ്ഞേ? അല്ല സാറേ, വാസുട്ടി എൻ്റെ സുഹൃത്താണ്. ഓനവിടെ ഫാമിലി ആയിട്ട് വീടിൻ്റെ അപ്പുറത്തെ റൂമിലാണ് താമസിക്കുന്നത്. എന്താ പ്രശ്നം എന്തെങ്കിലും? ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട് പുള്ളിയുടെ പേരിൽ. അതൊരു പീഡന കേസാണ്. അതോ, ആളങ്ങനത്തെ ആളൊന്നും അല്ലല്ലോ സാറേ. പക്ഷേ ആളങ്ങനല്ലായിരിക്കാം. പുള്ളിയുടെ പേരിലാണ് കംപ്ലൈന്റ് വന്നിരിക്കുന്നത്. ഇപ്പൊ എന്താ എന്തെങ്കിലും എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇന്നിപ്പോ SI സ്ഥലത്തില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നാളെ 10 മണിക്ക് മുമ്പ് സ്റ്റേഷനിൽ എത്തണമെന്നാണ്. ശരി സാർ. അതെ, ഒരു പോലീസ് അന്വേഷിച്ച് വന്നത്. എന്തിന്? അറിയില്ല. എന്റെ പടച്ച റബ്ബ്, ഈ ചെങ്ങായി എന്തൊക്കെ കാട്ടി കൂട്ടണെന്ന്. ആര്? വാസുട്ടിയേ. ഓനെന്തൊരു പീഡന കേസിൽ പെട്ടെന്ന് പറയണേ. അല്ലപ്പോ ഞാനെന്ത് ചെയ്യണേ? ഒന്നാമത്തെ നിങ്ങൾ ഈ കണ്ണി കണ്ടവരൊക്കെ വീട്ടിൽ കയറി താമസിപ്പിച്ച്. എന്താ റെസിച്ച് പറയണേ? കണ്ണി കണ്ടവരുടെ മാതിരിയാണ് ഇപ്പൊ വാസുട്ടി. ഓപ്പ ചെയ്യാത്തൊരു കാര്യമാവും. ചിലപ്പോ അവര് വേറെ വല്ല വാസുട്ടിയുടെ കാര്യത്തിനാവും ഇവിടെ വന്നിട്ടുണ്ടാവുക. അങ്ങനെ വേറെ വല്ല വാസുട്ടിയാണെങ്കിൽ ഇവിടെ വന്ന് ചോദിക്കില്ലല്ലോ. നിങ്ങളോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് ഇഞ്ച വാപ്പാടെ വീടാണ്. ഇവിടെ പരിപാടി ഒന്നും നടക്കൂലേ? ഇതൊന്നും മിണ്ടാണ്ടിരിക്ക്. ഒന്നാമത്തെ പന്റെ വാപ്പാന്റെ വീടപ്പൊ ഏറ്റവും വലിയ ഇടങ്ങറായി വന്നത്. പീഡനം അത്ര കുഴപ്പമില്ല. വാപ്പാട് വീട്, വാപ്പാട് വീട്. ഇതിപ്പോ എന്താ കാര്യം എന്നറിയാണ്ട് വെറുതെ കിടന്ന് ചാടി കളിക്കല്ലേ. ഓനോടൊന്ന് അന്വേഷിക്കട്ടെ. എന്താ പറയാൻ? എന്താ പീഡന കേസ് എന്ന് പറഞ്ഞാല് ഏതോ പെണ്ണിനെ പിടിക്കാൻ പോയി. അതന്നെ എല്ലാം പറഞ്ഞുണ്ടാക്കണ എന്തിനാണ് ഇച്ച്? ഇതിപ്പോ ഓനോട് നമ്മള് സംസാരിച്ചില്ലല്ലോ. അവരങ്ങോട്ട് വന്നു പോയിച്ചിട്ട് എന്താ സംസാരിക്കാൻ? എന്താണ്? അതെ, ഇതിപ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഓപ്പവിടെ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ അയാളെ പറഞ്ഞു വിട്ട് പോലീസുകാരനെ. നമ്മുടെ മല്ലികയുടെ അടുത്തിച്ച് പോയിട്ട് പോലീസ് വന്നിട്ടുണ്ടായിരുന്നു. നാളെ 10 മണിക്ക് ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ ചെല്ലാൻ പറഞ്ഞെന്നൊന്ന് പറയും. അതിപ്പോ നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞാൻ പോയിട്ട് ഓളോട് പറയൂ. ഈ പീഡനക്കാർക്കൊന്നും ഇവിടെ താമസിക്കാൻ പറ്റൂല. ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങിക്കോണോ, അതിന്റെ വാപ്പാടെ വീടാണെന്ന്. എന്നോടൊക്കെ ഒരു കാര്യം പറയാൻ പറ്റുമോ മനുഷ്യന്മാർക്ക്? എന്റെ കുടുംബത്തൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് നാണക്കേടായിരിക്കും. ഇല്ലാത്ത കാര്യം പറഞ്ഞെന്തിനാണ്? പോലീസ് അന്വേഷിച്ച് വന്നിട്ടല്ലോ. അവനോട് ചോദിക്കുമ്പോ അവൻ പറയൂല ഇല്ലാന്ന്. ഞാൻ പറഞ്ഞോണ്ട് എന്താ 10 മണിക്ക് ആ പോലീസ് അന്വേഷിച്ചിട്ടുണ്ട്, ഒന്ന് സ്റ്റേഷൻ വരെ ഒന്ന് ചെല്ലാൻ പറഞ്ഞു. എന്താ കാര്യം അറിയില്ല എന്നാ പറയണ്ടത്. എന്താ നിങ്ങള് പറയണേ? എന്റെ വാപ്പാടെ വീട്ടിൽ താമസിച്ചു. ഈ കാണിച്ചു കൂട്ടി വെച്ചിട്ട് ഇനി എന്ത് പറയാനാ ചായ?
ജെസി, നീ ആളുകൾ വർത്താനം പറയണ കേട്ടിട്ട് എന്നോട് സംസാരിക്കല്ലേ. സത്യത്തിൽ എന്താ ഉണ്ടായെന്ന് നീ ഒന്ന് മനസ്സിലാക്കി. ഒന്നുമില്ലാതെ ആളുകൾ ഇതൊക്കെ പറയോ? ഈ കണ്ടു നിന്നവര് തന്നെയാ ഇതൊക്കെ പറയുന്നേ. എന്ത് കണ്ടു നിന്നായി പറയണ? ഇച്ചേരും വാസുവേട്ടനും കൂടി ഏത് പെണ്ണിനെ എങ്ങോട്ട് വൃത്തികേട് നീ പറയാൻ നിൽക്കരുത്. നീ ഒന്ന് സമാധാനമായിട്ട് ഞാൻ പറയണ കേക്ക്. നീ കണ്ണീ കണ്ടവര് പറയണ വിശ്വസിക്കല്ലേ. ഞാനും വാസുകുട്ടിയും കൂടി നടന്നു വരുമ്പോ നമ്മുടെ ഭാസ്കരൻ മാഷിന്റെ മോള ഒരുത്തനെ ഉപദ്രവിക്കാൻ ശ്രമിക്കണ്. ഞങ്ങൾ അവിടെ ചെന്നിട്ട് നീ എന്താണ് ചെയ്യണേന്ന് വെച്ച് രണ്ടുപേരെ പിണങ്ങി പറഞ്ഞു വിട്ടുള്ളൂ. എന്റെ ഈച്ചായ അങ്ങനെ റോഡിൽ പലതും നടക്കുന്നുണ്ട് ഡെയിലി. ഈ നാട്ടുകാരൊക്കെ അതിലൊക്കെ ഇടപെടാൻ പോവാണോ? എന്തിനു കുഴപ്പമായിരുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാൻ പോയിട്ട്? എടി, അതിൽ ഇടപെടണ്ടേ? മാനുഷികപരമായിട്ടൊന്നും ഇടപെട്ടുള്ളൂ. നീ ഇപ്പൊ ബ്യൂട്ടി പാർലറിൽ പോയി വരുന്ന ആളാണ് ഒറ്റക്ക്. നിനക്ക് എന്തെങ്കിലും ഉപദ്രവം വന്നാൽ എന്നെ പരിചയമുള്ളവർ ആരെങ്കിലും ഇടപെടൂലേ? അങ്ങനെ ആരും വരണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണോന്ന്. ശരി, സമ്മതിച്ചു, നിങ്ങൾ ഇടപെട്ടു. പിന്നെ എന്തിനാണ് ആ കൊച്ചു നിങ്ങളുടെ രണ്ടുപേരും പേരിൽ കൊണ്ട് കേസ് കൊടുത്തത്? അതെനിക്കറിയാൻ പാടില്ല. എന്തറിയാൻ പാടില്ല? എടി, ഞാനും വാസൂട്ടിയും മാത്രമല്ല, ഒരുപാട് നാട്ടുകാർ കണ്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് അവര് പറയല്ലേ. സത്യം പറഞ്ഞു, നിങ്ങൾ ആ കൊച്ചിന് എന്താ ചെയ്തേ? മോറി ഞാൻ അടിച്ചു പൊളിക്കും. ഞാൻ ഊളത്തരം പറഞ്ഞാല് നീ എന്റെ അലക്കും വഴി വരില്ല പാടയൊക്കെ. ഇപ്പൊ ഞാനവിടെ തലക്ക് വെളി തരാത്തെ. ഇനി നീ എവിടെ പോയി നിൽക്കുവോ? മല്ലികേ, മല്ലികേ, എന്താ നിനക്ക്? എന്താ? എന്താന്ന്? ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? നിന്നോടാ ചോദിച്ചത് എന്താന്ന്? എന്റെ വാസേട്ട ഒന്നും ഇല്ലാന്ന് പറഞ്ഞില്ലേ? ഒന്നുമില്ലാണ്ട് പിന്നെ എന്താടി നിനക്ക്? എന്നോട് ഇങ്ങനെ എന്താ ചോദിച്ചിട്ട് എന്താ കാര്യം? പിന്നെ ഓരോന്ന് ഒപ്പിച്ച് വെക്കുമ്പോ ആലോചിക്കണമായിരുന്നു. എന്തൊപ്പിച്ചു വെച്ച്? അപ്പൊ ഈ നാട്ടുകാര് മൊത്തം പറഞ്ഞോണ്ട് നടക്കുന്നൊന്നും വാസേട്ട അറിയുന്നില്ലേ? നാട്ടുകാരെ എന്താടി പറയണത്? ഒന്നും കാണാണ്ട് ഒരു പെണ്ണ് നിങ്ങളെ പേരിൽ കേസ് കൊടുക്കല്ലേ? എടി പോത്തെ, അതാ ജോസൂട്ടി ചെന്നിട്ട് ഇടപെട്ടതാണ്. ഞാൻ എന്റെ കൂട്ടത്തിൽ നിന്നുപോയി, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. അങ്ങനെ വേറെ എന്തുണ്ടായിരുന്നു? എന്നാലും വാസേട്ടൻ എന്നോട് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുതായിരുന്നു. ഞാൻ നിന്നെ ചെവിക്കണ്ണ ഒന്നര ഇത് കേട്ടോ. ഇതൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് എന്നെ അടിക്കുന്നാണോ പറയുന്നത്? എന്തെന്നാണ് ഇതിനോട് പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലടി. അച്ഛനെ അമ്മേനെ ഒക്കെ ഉപേക്ഷിച്ച് നിങ്ങളെ കൂടെ ഇറങ്ങി വന്നിട്ട് ഒരു പണിക്കും പോലെ വെള്ളം അടിക്കാതൊക്കെ ഞാൻ സഹിക്കണം. ഇത്ര കാലം എന്റെ കൂടെ താമസിച്ചു നിനക്കൊന്നും മനസ്സിലായില്ലേ? എന്നെ മനസ്സിലായില്ലേ നിനക്ക്? മനസ്സിലായി. പിന്നെ എങ്ങനെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് പറ. എങ്ങനെ എനിക്ക് അറിഞ്ഞൂടാന്ന്? ഇത് എന്താണ് ഇതിന് പിന്നെ സംഭവിച്ചത് എനിക്ക് അറിയില്ല. എന്നോടാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്താന്ന്? പറഞ്ഞാലും മനസ്സിലാവില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? നിന്നോട് ഞാൻ അതൊക്കെ പറഞ്ഞല്ലേ എങ്ങനെ നടന്നതാണെന്നുള്ളത്? എനിക്ക് മനസ്സിലാവും. ഈ നാട്ടുകാരോട് മൊത്തം ഞാനിപ്പോ എന്ത് പറയും? നാട്ടുകാരെ കാര്യം പറയണ എന്താടി നീ? നാട്ടുകാർ എന്തായാലും ചെയ്തോട്ടെ. നാട്ടുകാർ പറയുന്നതിനനുസരിച്ച് നടക്കാൻ നിൽക്കുക ഞാൻ. എന്നാ പിന്നെ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെന്താ? അത് നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവണം. അത് മനസ്സിലാവാത്ത നിനക്ക് എന്തേലും പറയുമ്പോ ഇങ്ങനെ ഒച്ചിട്ടാ മതിയല്ലോ. കളിക്കാൻ നിൽക്കരുത് കേട്ടാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ മനസ്സാവാച ഇല്ലാത്തൊരു കാര്യമാണിത്. ഞങ്ങളുടെ ഈ ഇതില് പങ്കില്ലാത്ത ഒരാളാ. ഇതിപ്പോ നിങ്ങൾ രണ്ടാളും കൂടി ഉണ്ടാക്കിയ പ്രശ്നമാണെങ്കിലും ഇത് കേസും കൂട്ടായി കഴിഞ്ഞാൽ കോടതിയിൽ പോകും. കോടതി പോയി കഴിഞ്ഞാൽ അന്വേഷണം വരുമ്പോ എവിടെ താമസിക്കണമെന്ന് പറയും. അപ്പൊ അവിടുത്തെ താമസക്കാരൻ ആരെ പറഞ്ഞ ഒന്നും അറിയാത്ത ഞാനും കൂടി കോടതി കയറണം. അതാണ് അപ്പൊ പരിഹാരം. ഞങ്ങളുടെ ബുദ്ധിമുട്ടല്ല. ഏടാ ജോസുട്ടി, അതല്ലാന്ന് ഇന്റെ മാനക്കേടല്ല ഞാൻ പറഞ്ഞത്. അതേമാതിരി തന്നെയല്ലേ നിങ്ങൾക്ക് ഭാര്യമാരൊന്നുമില്ലേ? ഇത് നമ്മൾ ചെയ്തിട്ടില്ല, അത് തെളിയിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ. അതെ, ചെയ്തോ ഇല്ല എന്നുള്ളതല്ല, കാര്യങ്ങൾ നടക്കുമ്പോ വാദ്യം പ്രതിയും ഒക്കെ കോടതിയിൽ പോകണം. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ചെയ്തിട്ടില്ല എന്ന് പിന്നെ അവസാനം തെളിയായിരിക്കും. പക്ഷെ ഇതിന്റെ പിന്നാലെ എങ്ങനെ കിടന്നങ്ങോട്ട് വട്ടം തിരിയണോ? അല്ലാതെ ഇപ്പൊ കേസ് കൊടുത്ത സമയത്ത് എന്ത് ചെയ്യും? അതാ ഞാൻ പറഞ്ഞത്. കേസ് ഇല്ലാണ്ട് ഒതുക്കാൻ എന്താ ചെയ്യണ്ട്? അത് ചെയ്യാം. അതെന്ത് ചെയ്യാനാണ്? അതെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ മാഷിനായിട്ട് സംസാരിക്കാം. മാഷ് ഇപ്പൊ ഭാസ്കര മാഷ് നമ്മൾ അറിയാത്ത ആളൊന്നല്ലല്ലോ. ആളിങ്ങോട്ട് വിളിപ്പിക്കണോ? ആളിങ്ങോട്ട് വിളിപ്പിച്ചിട്ട് കാര്യം പറയണോ? അതെ, ഭാസ്കരൻ മാഷെ വിളിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലെന്തോ പങ്കുണ്ടെന്ന് ചെയ്തത് സമ്മതിച്ച പോലെ ആയില്ലേ? അതെ, പടച്ചോനെ വിചാരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഐഡിയ ഒന്ന് പറയാണ്ടിരിക്കും. നിങ്ങൾ രണ്ടാളും ഞാൻ ചെയ്തോണ്ട് மல்லி உன்னை பார்த்தா பரிதாபமா இருக்கு. உன் புருஷன் இந்த மாதிரி வேலையெல்லாம் பண்ணிட்டு நீ எல்லாம் கம்முன்னு மூடிக்கிட்டு இப்படி இருக்குது பாரு. அல்ல உன்னை சொல்லி குத்தம் இல்லை, நீ என்ன பண்றது? அவனே நம்பிட்டு வீடு விட்டு வந்தவளு இனி இவன் கூட சண்டை போட்டா 2 குழந்தைகளையும் வச்சு எங்க போய் வாடுறது? அப்படியே ஆகட்டும். இதுதான் அடியனுக்கு ഓരോ എഴുതണം. എന്റെ അണ്ണൻ എന്താണ് കുഴപ്പം? എന്താണ് എന്തിനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വാസേട്ടൻ ഒരു പ്രശ്നത്തിൽ പോയി പെട്ട് അത് ഞങ്ങൾ അങ്ങ് സഹിച്ചോളൂ. അല്ല അണ്ണൻ ഇടപെടാൻ നിൽക്കണ്ട. നിങ്ങൾ സഹിക്കും. നിങ്ങൾ പെമ്പളங்க വീട്ടുக்குள்ள தானே இருக்குது, வெளிയൊന്നും வர்றதில்லையே. நான் தானே வெளிய இறங்கி மூஞ்சி ஆறி மூஞ்சி பக்க முடியாம இருக்குது. காதலிக்கிறதுக்கு இதுக்கிறதுலாம் சகஜம்தான். நானும் காதலிச்சு தான் கல்யாணம் பண்ணேன். ஆனா அடி அப்படியா
18 வயசாயுள்ள பொண்ணு தான் பீடிப்பிச்சு வந்திருக்குது. അത് ഞാനങ്ങ് സഹിച്ചു എന്ന് പറഞ്ഞില്ലേ അണ്ണാ? நீங்கள் சகிச்சோ, என்னால சகிக்க முடியல, அதுதான் சொன்னேன். 1.5 லட்சம் ரூபாய் வேலை தான் நான் வேண்டான்னு வச்சுட்டேன். എന്തിനാണ് വേണ്ടെന്ന് വെച്ചാൽ എന്തിനാണ്? எப்படி அந்த முதலாளி மூஞ்சல பார்த்து வேலை செய்யறது? அவர் என்ன கிண்டலா பேசுமல்ல? பாரு, அந்த வேலை செய்யற ஆளு 18 வயசாய பெண்ணிനെ பீடிப்பிச்ச ஆளுടെ അളിയെന്ന് சொன்னா മാനം മര്യാദ പോയിടും. അതിനകത്ത് அந்த വേலை വേണ്ടാന്ന് വെച്ചேன். അല്ല അണ്ണൻ എവിടെയാണ് ഈ 1.5 ലക്ഷത്തിന്റെ പണി എവിടെ നിന്നാണ് വന്നത്? அது போட்டும், அது 1.5 லட்சம் தானே, அது போன பரவாயில்ல. இதுதான் இப்ப பிரச்சனை, அளியன்ற காரியம் தான் பிரச்சனை. எங்க ஊர்ல எல்லாம் கல்யாணம் முடிஞ்சா ஏதோ பெண்ணினை லவ் பண்றதெல்லாம் சகஜம்தான். அவளை சின்ன வீடா வச்சு பாப்பிக்கும். அல்லான 18 வயசான பெண்ணிന്റെ பின்னாடி பீடிப்பிക്കാൻ போகல. நீ சகிச்சிட்டு இருந்தோம், ஒரு பிரச்சனை இல்ல. நாளை அந்த 18 வயசாய பெண்ணு இது அப்படி வயரோட வரும். அப்பளும் வச்சு உட்கார வச்சு சோறு ஊட்டிடு. ഞാൻ അവർക്ക് വരുമ്പോ ചോറാൻ കൊടുത്തോളാം. അണ്ണൻ ഇപ്പൊ വിശക്കുന്നുണ്ടെ ഞാൻ ചോറ് തരാം. അങ്ങനെ சூடான சோறு உருட்டி என் வாயில வச்சு என் வாயை மூடிக்கிட்ட பார்க்காத. அநீதி எங்க பார்த்தாலும் துரை பேசிட்டு தான் இருக்கும். பேசுன்னு சொன்னா பேசும். வாலியா உட்காரு. ആരോട് പേശണ കാര്യം പറയുന്നത്? அது வந்தாலியா, அழியனை பத்தி நான் வெளியிறங்கும்போ ஒவ்வொருத்தர் கிண்டலா பேசுறாங்க. அவர்கிட்ட எல்லாம் அழியனை பத்தி பேச வேண்டியது பேச வேண்டிய இடத்துல பேசுன்னு சொன்னேன். കേസ് എന്നാച്ചാലിയാ? ആ കേസൊക്കെ അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട്. കുഴപ്പമല്ലതും ഉണ്ടോ? എന്ത് കുഴപ്പം? ഒരു പ്രശ്നം ഇല്ലല്ലേ? ഇല്ലല്ലോ. நான் சொன்னல்ல மல்லி, நீ சும்மா வளவளான்னு ஆதி பிடிச்சு ஒவ்வொன்னு பேசிட்டு இருக்கு. இதெல்லாம் சின்ன பிரச்சனை, ஒரு ப்ராப்ளம் இல்லன்னு சொல்லிச்சுல்ல. இல்லையா? பாவம் பயந்து இருக்குதாவா? നീ ഭക്ഷണം കഴിച്ചോ? இல்ல. കഴിക്കണ്ടേ? அழியம் வரட்டும்னு வெயிட் பண்ணிட்டு இருந்தேன். ആ എന്നാ മല്ലിയേ എടുത്തോ ഭക്ഷണം എടുത്തോ. അല്ല മാഷ, ഇതിപ്പോ ഒന്നും ഉണ്ടായിട്ടല്ല, അത് അങ്ങനൊന്നും അല്ല ഇപ്പൊ ഇത് സംഭവം. ഇവർ രണ്ടാളും റോട്ടിൽ കൂടെ നടന്നു പോവാണ്. അപ്പോ ഭാസ്കരൻ മാഷിന്റെ മോളായിട്ടാണല്ലോ ഇപ്പൊ അവര് വന്ന് ആ ചക്കൻ നിന്ന് വർത്താനം പറയണെന്ന് ഇവര് കണ്ടപ്പോ എന്തൊക്കെ ഒരു കശപിശ നടക്കണ്. സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മൾ അറിയണ ആൾക്കാരുടെ ഇപ്പൊ മക്കളെ ആരെങ്കിലും റോട്ടിൽ നിന്ന് വായിക്കൂടുമ്പോ നമ്മളൊന്ന് ഇടപെടൂലേ? അങ്ങനെ ഇടപെട്ടാണ്. അപ്പൊ അവന്റെ സംസാരത്തിന് മാറിപ്പോയി. ഇപ്പൊ ആ ചെക്കൻ കൂടെയുള്ള ചെക്കല്ലേ, അവന്റെ വർത്താനം തിരി ശരിയല്ല എന്ന് കണ്ടപ്പോ ഇവര് ചെറുതായിട്ടൊന്ന് പിടിച്ച് തല്ലൊക്കെ ചെയ്യണ്ടോന്ന്. അതും മാഷിന്റെ മോളല്ലേ വെച്ചിട്ടാണ് ഇവർ ഇടപെട്ടത്, അല്ലാണ്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇവരല്ലാണ്ട് അങ്ങനെ ഇപ്പൊ ചെയ്യോ? നമ്മൾ ഈ പരിചയമുള്ള ആൾക്കാരുടെ മക്കളുടെ നേരൊക്കെ അങ്ങനെ ചെയ്യോ? അല്ല, നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടാൻ ആരും അധികാരം തന്നു? നിങ്ങൾ സദാചാര പോലീസായിട്ട് എത്തിയും ചമഞ്ഞു. അതിനിവിടെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, പോലീസുകാരുണ്ട്. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ എൻ്റെ ഇവിടെ വിട്ടു. ഞാൻ എൻ്റെ മോളെ വളർത്തിച്ച് അല്പം സ്വാതന്ത്ര്യം കൊടുത്തതാണ്. എനിക്കറിയാം ഒരു സ്വാതന്ത്ര്യമായിട്ട് തന്നെ വയ്ക്കുന്നത്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇതിനകത്തില്ല. നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ? മാഷിന്റെ മോളായോണ്ട് മാത്രമാണ് ഞങ്ങൾ അതിൽ ഇടപെട്ടത്. ഉപദ്രവിക്കണ പോലെ തോന്നിയപ്പോ എന്താണ് ഏതാണെന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. ആയിക്കോട്ടെ, ഇപ്പൊ എന്റെ മോക്ക് കുറച്ച് സ്വാതന്ത്ര്യം ഞാൻ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. സാറേ, ഇതിപ്പോ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ മാത്രം ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. അതാ ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾ എന്താ ചെയ്തതെന്ന് ഞാൻ കണ്ടില്ല. അവക്കത് തെറ്റായിട്ട് തോന്നിയിട്ട് കാണും, അതാ അവള് കംപ്ലൈന്റ് കൊടുത്തത്. ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണും ആണ് സംസാരിച്ചാൽ എന്താ തെറ്റ്? നിങ്ങൾ പഴയ കാലത്തെ പറ്റി ഇപ്പോഴും ചിന്തിക്കുന്നത് മനസ്സിലായില്ല? അവൾക്ക് അതിന്റെ വിദ്യാഭ്യാസമുണ്ട്, അവളെ സൂക്ഷിക്കാൻ അവക്കറിയാം. പോരായിട്ട് അച്ഛനായ ഞാനും ഉണ്ട്. പിന്നെ നിങ്ങൾ എന്തിനാ ഇടപെടുന്നേ? സാറ് മോള് പറയണ മാത്രം കേട്ടിട്ട് കാര്യമില്ല. ഞങ്ങള് തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോ ഒന്നും സംസാരിക്കാക്കണ്ട സാറേ. സംഗതി മനഃപൂർവ്വം ഒന്നും ഇവര് ചെയ്തതല്ല. ഇവർക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് തന്നെ കൂട്ടിക്കോ. സംഗതി അവര് മാഷിന്റെ മോളായതുകൊണ്ടാണ് അതിലൊക്കെ കയറി ഇടപെട്ടത്. ഇനിയിപ്പോ ഞങ്ങൾക്ക് വേറെ ഒന്നല്ല പറയാനുള്ളത്, ഞങ്ങളൊരു കുടുംബമായിട്ട് കഴിയുന്നതാണ്. മാഷിനെ ഞങ്ങൾക്ക് അറിയാത്തതും അല്ല. മോളോട് ഒരു കാര്യം പറയാം, കേസും കൂട്ടൊക്കെ ആകുമ്പോൾ അത് വേറെ രീതിയിലേക്കാണ് പോവുക. മനസ്സിലാവുണ്ടോ? അപ്പൊ അതൊന്നും വേണ്ട. ഒരു ഒത്തുതീർപ്പിൽ കാര്യങ്ങൾ പോയി കഴിഞ്ഞിപ്പോ ഞങ്ങൾ മാപ്പ് പറയണോ? അത് വേണി ഞങ്ങൾ വന്ന് പറയാൻ തയ്യാറാണ്. ഞാൻ മകളോട് പറഞ്ഞ് അത് കേസ് പിൻവലിക്കാം. പക്ഷെ മേലാൽ എൻ്റെ കുടുംബത്ത് കയറി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുത്. ഇല്ല സാറേ, ഞങ്ങൾക്ക് ഒരു ഇടപെടലില്ല. ഞങ്ങൾ ഈ പരിപാടിയെ നിർത്തി. അപ്പം ഞാൻ ഇറങ്ങട്ടെ. ഞങ്ങൾ ഇനി എന്തെങ്കിലും വന്ന് പറയെന്തെങ്കിലും വേണോ സാറേ? വേണ്ട, സാറ് പറഞ്ഞോളേ. ഞാൻ മോളോട് സംസാരിക്കാം. ചായ എന്തെങ്കിലും? ഞാൻ ചായ കുടിക്കാറില്ല. ഇതിന്റെ കാര്യമില്ല സത്യത്തില്. പിൻവലിച്ചില്ല നമ്മളെ കൊണ്ട് അകത്തരും. അതേ, ഇനിയെങ്കിലൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് ലോകം. അവനവന്റെ കാര്യം നോക്കി ജീവിക്കുക, അതാ ഏറ്റവും നല്ലത്. എന്താണെന്ന് ഞാനൊരു പണി ചെയ്യണ കണ്ടുകൂടെ? പിന്നെ ചെയ്യാം. ഏതെന്നറിയാൻ പാടില്ല, ഒരു പെണ്ണകത്തേക്ക് കയറി പോയി. അകത്തേക്ക് കയറി? ഏത് പെണ്ണ്? എനിക്ക് അറിഞ്ഞൂടെ, ചോദിക്കുന്ന മുമ്പേ പെണ്ണ് അകത്തേക്ക് പോയി. നീ ഇങ്ങോട്ട് പുറത്തോട്ട് ഇറക്കി വിട്. എന്റെ ഈച്ച അതിനാരോ കൊല്ലാൻ വരുന്ന ഓടിക്കുന്നു പറഞ്ഞിട്ട് അകത്തേക്ക് പോയത്.
ആകെ പേടിച്ച് പറിച്ചിരിക്കുവാ. വന്ന് എന്താ ചോദിക്ക? ഞാനില്ല, ഒരു പെണ്ണിന്റെ കാര്യത്തിൽ ഇടപെട്ടതിനാണ് നീയൊക്കെ എന്നെ സംശയിക്കണ. ഇപ്പൊ ഞാനില്ലേ കൂടെ, വന്ന് ചോദിക്കില്ലെങ്കിൽ പ്രശ്നമാവും. എന്തോ വലിയ പ്രശ്നമാണെന്നാ തോന്നുന്നത്. ഏത് മുറിയിലാണ്? ഏതാന്ന് നോക്കിയില്ല, അകത്തുണ്ട്. ഏയ് ആ തമേശനാ പോണെന്നാ ഈ ജാതി വർത്താനേ. ചോദിച്ചാലോ? ഹലോ എന്നിട്ട് എന്താണ്? അത് ശരി, എന്നിട്ട് ഇപ്പൊ അവിടെ ഇരിക്കാണ്. ഞാൻ വരാം, ഇത് കട്ട് ചെയ്താ വരുന്നത്. എന്താണ്? അടച്ചപ്പോ ഒരെണ്ണം തിന്നപ്പോ വലിയ ഇടങ്ങറാണല്ലോ വേറെ പറഞ്ഞായി. എന്താണ് പ്രശ്നം? ഇച്ചിരി വാ, ഞാൻ പറയാം, വാ. എന്താണ്? എന്താണ് പ്രശ്നം? ഒരാളെ കാണണം. ജെസി, അവളെ കൂടെ വിളിച്ചേ. നിനക്ക് കണ്ടോ? എന്തായിരുന്നു പുകില്? കാണ് കാണാന്ന് പറഞ്ഞത് ഇങ്ങനെ മുഖം മൂടി വന്നാലും എങ്ങനെ കാണണത്? ഇതാരത്? എടി മുഖത്തുനിന്ന് ആ തുണി മാറ്റടി, കാണട്ടെ അവര്. ഇതാര? എടാ, ഇത് ഭാസ്കര മാഷ മോളല്ലേ? ആര്? ഭാസ്കര മാഷയുടെ മോളാണെന്ന്. ഏത് അന്ന് നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ? അല്ല, മറ്റേ പ്രശ്നം ഉണ്ടായതോ? അതാണ് ഈ പുന്നാര മോള്. നീ എന്തിനാണ് ഇവിടെ വന്നത്? എന്തിനാ ഈ വീട്ടിൽ കയറി വന്നതെന്ന്? എന്നെ കൊല്ലാമെന്ന്. ആര്? അവൻ അന്ന് വാസൂട്ടി വഴിയിൽ വെച്ച് കണ്ടില്ലേ ആ പ്രാന്തൻ കഞ്ചാവ്? അവൻ കൊല്ലാൻ ഓടിച്ചിട്ടാണെന്ന് അവളാ. ഇത് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ വരൂ. എന്തിന്? എന്താ പ്രശ്നം? പറയടേ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. അവൻ ഡ്രഗ്സിന് അടിമയാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ പിന്മാറി. അന്ന് മുതൽ കൊല്ലാനിട്ട് ഓടിക്കുക. അപ്പൊ എന്താ, എനക്ക് ഇതുവരെ അറിഞ്ഞായിരുന്നില്ലേ അവൻ ഡ്രഗ്സിന് അടിമയെന്ന്? അറിയില്ലായിരുന്നു. അന്നൊരു പ്രശ്നം ഞങ്ങൾ തമ്മിൽ വന്നപ്പോഴാ നിങ്ങളെന്നെ രക്ഷപ്പെടുത്തിയത്. ഞങ്ങള് രക്ഷിച്ചു, പിന്നെ എന്തിനാണ് ഞങ്ങൾക്കെതിരെ നീ കേസ് കൊടുത്തത്? അതെന്താ കൊടുത്തത്? അത് അയാൾ നിർബന്ധിച്ചിട്ടാ, ഇല്ലെങ്കിൽ കൊല്ലൂന്ന് ഭീഷണിപ്പെടുത്തി. ഇപ്പൊ എന്താ പ്രശ്നം മോളെ? ഇപ്പോഴും അത് തന്നെയാ. അയാൾ ഡ്രഗ്സ് കുത്തിവയ്ക്കാൻ എന്നെ വിളിച്ചു. ഞാൻ വിസമ്മതിച്ചപ്പം കൊല്ലാൻ ഓടിക്കുക. ജീവനും കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നത്, ഇല്ലെങ്കിൽ മൂത്ത് ആശ്രയിക്കുന്നു പറഞ്ഞു. ജെസി വാതില് തുറന്നിട്ടേക്കായിരുന്നു. ആരോ ഓടി അകത്ത് കയറി എന്ന് പറഞ്ഞ് നോക്കിയപ്പോ ഇവള്. അതാണ് പെട്ടെന്ന് നിങ്ങളെ വിളിച്ചു വരുത്തിയത് ഞാൻ. അതെ പൊന്നു മോളെ, എന്റെ കാര്യത്തിലൊന്നും ഇടപെടാനുള്ള അവകാശം അധികാരമൊന്നും ഞങ്ങൾക്കില്ല. അത് എന്റെ അച്ഛനോട് ചോദിച്ചാൽ അറിയാം. ഈ ഒരു കാര്യം ചെയ്യ്, ജിബടം കണ്ട വേഗം എത്ര പെട്ടെന്ന് വീട്ടിലേക്ക് പോയിക്കോ. ഇറക്കി വിളില്ല, അയാൾ എന്നെ കൊല്ലും. എന്നെ മൂത്ത് ആശ്രയിക്കുന്നു. മര്യാദക്ക് ഇറങ്ങി പോയിക്കോളണം ഇവിടുന്ന് കേട്ടാ. അതെ വേണ്ട, ഒരു കാര്യം ചെയ്യ്, ഈ എന്റെ അച്ഛനെ വിളിച്ച് പറയും. അല്ലാണ്ട് ഞങ്ങളൊന്നും ഇതിൽ ഇടപെടില്ല. വിളിച്ചോ. വിളിക്ക്. ഫോണില്ല. തല്ലി പൊട്ടിച്ച അയാള്. ഫോൺ അവൻ അടിച്ച് പൊട്ടിച്ചെന്ന് റോട്ടിലിട്ട്. ഇതില് വിളിച്ചോ, ഫോണൊക്കെ തരാം. ഇതില് അച്ഛനോട് വിളിച്ച കാര്യം പറയും. കർത്താവിനോർത്ത് ഞാൻ വിളിച്ച് പൂട്ടിയിട്ടെന്ന് പറയരുത് നീ അച്ഛനോട് കേട്ടാ. അല്ല, ഇവളൊന്നും വിശ്വസിക്കാൻ പറ്റില്ലേ. മിണ്ടാതിരിക്കേ. കണ്ടാടി, പൊന്നു പോലത്തെ ഒരു കെട്ടിയാനെ കിട്ടിയിട്ടാണ് നീ എന്നെ അവിശ്വസിച്ചത്. ഹലോ അച്ഛ, ഇത് ഞാനാ, അമ്മ. അച്ഛ, ഭാഷനിപ്പോ അത് മനസ്സിൽ വെച്ച് ഇങ്ങനെ നടക്കണ്ട. ഞങ്ങൾക്ക് അതില് പ്രയാസമൊന്നുമില്ല. എൻ്റെ മകളെ നല്ല വിദ്യാഭ്യാസം ചെയ്യിച്ചു, പക്ഷെ അതിനൊക്കെ പക്വത അവളുണ്ടായില്ല. അതാണ് എനിക്ക് പറ്റിയ വീഴ്ച. അന്ന് ഞാൻ വന്ന് നിങ്ങളോട് എന്തൊക്കെയോ പറഞ്ഞു. എൻ്റെ മനസ്സിലത് വല്ലാത്തൊരു വിഷമം. അപ്പം നിങ്ങളെയൊക്കെ ഒന്ന് കണ്ട് ഒരു ക്ഷമ ചോദിക്കാൻ വേണ്ടി തന്നെ ഞാൻ വന്നത്. മാഷെ, കുട്ടികൾക്ക് ഇപ്പം നമ്മൾ എത്ര വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാലും ജീവിത പരിജ്ഞാനം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ. അപ്പം അവരെടുക്കുന്ന തീരുമാനങ്ങൾക്കൊക്കെ നമ്മുടെ ഒരു ശ്രദ്ധ ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. അമിത സ്വാതന്ത്ര്യം അപകടമാണ്. അതെ അതെ. എന്നാൽ ഞാൻ ശരി മാഷെ. ആയിക്കോട്ടെ. എന്തായാലും നിങ്ങൾ അന്ന് ചെയ്ത പ്രവൃത്തി ഉണ്ടല്ലോ, അത് പാഴായില്ലടോ. സ്വന്തം നാട്ടില് മഹാമാരിക്ക് വില ഉണ്ടാവൂലല്ലോ. ആരാ പറഞ്ഞു? അടിയുടെ ചിരയുടെ തരികിട മേള പൂരം കുട്ടി